മീരയുടെ കൊലപാതകി ചന്ദ്രോത്തുണ്ടെന്ന് നാട്ടുകാർ കരുതുന്നു. അല്ലാതെ തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എടാ, പണ്ട് ഭൂമി പരന്നാണ് ഇരിക്കുന്നതെന്ന് ഇതേ നാട്ടുകാർ വിശ്വസിച്ചിരുന്നില്ലേ? സൂര്യൻ ഭൂമിയെ ചുറ്റാണെന്ന് വിശ്വസിച്ചിരുന്നു. സത്യം പിന്നെ മനസ്സിലായില്ലേ? ഗിരീഷേട്ടാ, നാട്ടുകാർ അകലം പാലിച്ച വീടല്ലേ ഇത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എടാ പ്രാഞ്ചി, മുമ്പ് നിനക്ക് കുത്തുകൊണ്ട് കിടന്നപ്പോ ബന്ധുക്കൾ നിന്നെ അകറ്റി നിർത്തിയിരുന്നു. നിന്നോട് അടുപ്പം കാണിക്കരുതെന്ന് ഒരുപാട് പേരെന്നെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഞാനും അമ്മയും നിന്നെ കൈവിട്ടില്ല. അത് ഓർമ്മ വേണം നിനക്ക്. ഞാനൊരു കാര്യം പറയുമ്പോ ഇങ്ങനെ തിരക്കിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ഗിരീഷേട്ടാ, ബലരാമൻ സാറിന്റെ ടാർഗറ്റ് ആ വീട്. ആ കുടുംബത്തിലെ ഓരോരുത്തരെയും സാറ് നോട്ടമിട്ടിരിക്കുക. ഗിരിയേട്ടനും ബലരാമൻ സാറിന്റെ നോട്ടപ്പുള്ളിയാവും. അതെ, നിന്റെ ബലരാമന് ഒരാളോട് എതിർപ്പുണ്ടെന്ന് വെച്ച് നാട്ടുകാർ മുഴുവൻ അയാളെ എതിർക്കണം. എടാ, മസിൽ പവർ കൊണ്ട് ഒരാളെ തോൽപ്പിക്കുന്നത് അത്ര വലിയ കാര്യമല്ല. ബലരാമനേക്കാൾ ശക്തിയുള്ള ഒരാൾ വരുമ്പോ ബലരാമൻ അങ്ങ് തോറ്റുപോകും. ആദ്യം അയാളോട് സത്യത്തിന് നേരെ കണ്ണു തുറന്നൊന്ന് നോക്കാൻ പറ. അല്ലെങ്കിൽ തന്നെ ബലരാമന്റെ ശത്രുവാകുമെന്ന് പേടിച്ചോടുന്ന എല്ലാ മനുഷ്യരിൽ നിന്ന് അകലം പാലിക്കണമെന്നാണ് നീ പറയുന്നത്. ഛേ, നാണമില്ല നിനക്ക് ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ. ഗിരീഷേട്ടാ, ഞാൻ ചില വരും വരകൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓ, ചന്ദ്രോത്തുമായി ഒരു അടുപ്പം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ വന്നോട്ടടാ. ഞാനും അമ്മേ അതങ്ങ് സഹിച്ചോളാം. സാധാരണ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും. പക്ഷെ ഈ മനുഷ്യൻ നിസ്സാരമായിട്ടല്ലേ ആ സ്ഥാനം വലിച്ചെറിഞ്ഞ്. അതിൽ നിന്ന് മനസ്സിലായില്ലേ ആ മനുഷ്യന്റെ വ്യക്തിത്വം. അതെ, ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ രചനയെ തന്നെയായിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല. ഇനിയിപ്പോ ഈശ്വരൻ വിചാരിച്ചാലും അത് മാറാനും പോകുന്നില്ല. എടാ, നീ എങ്ങനെയൊക്കെ ആ ബലരാമന് വേണ്ടി വാദിച്ചാലും ഗിരീഷിനൊരു തീരുമാനമുണ്ട്. അതേ നടക്കൂ. അത് മാറാൻ പോകുന്നില്ല. സിദ്ധു, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാ. പ്രതാപകാലം കഴിഞ്ഞുള്ള സാക്ഷാൽ അർജുനന്റെ അവസ്ഥയാ. ഗാണ്ഡീവം ഫലിക്കുന്നില്ല. കൺമുൻപിൽ അരാജകത്വം നടന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നേടിയതൊക്കെ കൈവിട്ടു പോകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും രക്ഷിക്കാൻ പറ്റുന്നില്ല. നിസ്സഹായനായി നിന്ന പ്രാർത്ഥനയാ ഇപ്പൊ സിദ്ധു ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾ ആ അർജുനനെ തന്നെ ആശ്രയിച്ചൊന്നും വരും. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല പ്രഭ. എന്നെ സമാധാനിപ്പിക്കാനാണെങ്കിൽ വേണ്ട സിദ്ധു. വീട്ടിലുള്ളവർ വിഷമിക്കുമെന്ന് കരുതി സത്യം മൂടിവെക്കരുത്. എല്ലാം തുറന്നു പറയണം. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവട്ടെ. പറഞ്ഞില്ലേ, ഒക്കെ ശരിയാവും. എങ്ങനെ ശരിയാവും? എവിടെ നിന്ന് ശരിയാവും? ഇന്ന് വാഹനങ്ങളുടെ താക്കോലും രേഖകളും സിദ്ധു അവർക്ക് കൈമാറിയപ്പോ ഹൃദയം നുറുങ്ങുകയായിരുന്നു. നാളെ ഈ വീടിന്റെ താക്കോലും ആധാരവും ആർക്കെങ്കിലും കൈമാറേണ്ടി വരുമോ? ഇങ്ങനങ്ങ് സാമ്പത്തിക ഞെരുക്കം വരാൻ എന്താ കാര്യം സിദ്ധു? എല്ലാം അവന്റെ പിടിയില്ല. എന്നുവച്ചാ സിദ്ധു പ്ലീസ് പറയ്. ബലരാമൻ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കി. കമ്പനി ഏതാണ്ട് അവന്റെ കീഴിലായി. തനിക്കറിയാലോ, നമ്മളിപ്പോ നഷ്ടത്തിന്റെ അവകാശികളാ. മറ്റു പ്രോപ്പർട്ടികൾ പറ സിദ്ധു, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ?
നമ്മുടെ പ്രോപ്പർട്ടികൾ ഈടുവച്ചല്ലേ കമ്പനിക്ക് മുതൽ മുടക്കിയത്. കമ്പനി ബലരാമന്റെ നിയന്ത്രണത്തിലാവുമ്പോ പ്രോപ്പർട്ടികളും അവന്റെ കീഴിലാവും. ദൈവമേ, നമ്മുടെ ജീവിതം ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് സിദ്ധുവിന് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? ഓരോരുത്തർ MLA-യും MP-യുമായി ഇരിക്കുമ്പോ സ്വന്തം കാര്യങ്ങൾ നേടുകയാ ചെയ്യുന്നത്. പോട്ടെ, അഴിമതി ഒന്നും നടത്തണ്ട. സിദ്ധു പക്ഷേ നിയോജക മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് ചെലവാക്കി. ഇപ്പൊ ഇതാ കുടുംബപരമായി ഉണ്ടായിരിക്കുന്നതും കൈവിട്ടു പോയിരിക്കുന്നു. പിടിപ്പുകേട് അത്ര തന്നെ. നമ്മളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും സിദ്ധുവിന്റെ പിടിപ്പുകേട് ഒന്ന് മാത്രം. പിടിപ്പുകേടല്ല, കൂടെ നിന്നവൻ ചതിക്കൊന്നും മനസ്സിലാക്കിയില്ല. കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്തതും പിടിപ്പുകേട് തന്നെയാ. പിന്നെ ഇതിന്റെയൊക്കെ തുടക്കം അവളിൽ നിന്നാ, ആ ദേവികയിൽ നിന്ന്. വെറുതെ എല്ലാറ്റിനും ദേവികയെ പിടിച്ചിടാതെ. അവളല്ലേ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. ബലരാമന്റെ ശത്രുത തുടങ്ങിയത് എങ്ങനെയാ? പ്രഭ, കല്യാണ കാര്യങ്ങളിൽ പിടിച്ച് ചർച്ച നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല. എങ്കിലും താൻ പറഞ്ഞതിന്റെ ബാക്കിയായി പറയട്ടെ. എല്ലാത്തിന്റെയും തുടക്കം ദേവികയെന്നല്ല. ദേവികയെ നന്ദൻ വിവാഹം കഴിച്ചു എന്നറിഞ്ഞിട്ടും മീരയെ നന്ദന്റെ ഭാര്യയാക്കാൻ ഒരുങ്ങിയ പ്രഭയ എല്ലാം തുടങ്ങി വച്ചത്. എല്ലാം ഒടുങ്ങാൻ പോകുന്നതും ആ കാരണം കൊണ്ട് തന്നെയാ. ആ കൊലപാതകയെ ന്യായീകരിക്കാൻ വേണ്ടി എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുകല്ലേ? ഞാൻ തർക്കിച്ചതല്ല. താൻ കുറ്റപ്പെടുത്തിയപ്പോ എന്റെ ഭാഗം സൂചിപ്പിച്ചതാ. തർക്കിക്കാൻ വയ്യ. നേരത്തെ പറഞ്ഞില്ലേ, ഗാന്ധീവം ഫലിക്കാതെ അമ്പുകൾ ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ പറ്റാതെ നിന്ന നിസ്സഹായനായ അർജുനൻ. താൻ പറഞ്ഞത് സത്യ. ഞാൻ ഉദ്ദേശിക്കുന്നിടത്തൊന്നും എത്തുന്നില്ല. നാളെ നമ്മൾ ഈ വീട് തന്നെ നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങിന്ന് വരാം. അതിന് തയ്യാറായി നിൽക്കണം. നോ, അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ആ അവസ്ഥയിലേക്ക് എത്തിയാൽ ഞാൻ ഇറങ്ങും ബലരാമനെ നേരിടാൻ. പ്രഭാവതി വിട്ടുകൊടുക്കില്ല. സിദ്ധു എപ്പോഴും എനിക്കെതിരെ ആ ദേവികയെ ന്യായീകരിക്കുക. പക്ഷേ ഏതവസ്ഥയിലും ഞാൻ സിദ്ധുവിനെ കൈവിടില്ല. ബലരാമന്റെ മുൻപിൽ അങ്ങനെ അങ്ങ് മുട്ടും മുടക്കില്ല. നന്ദു, എന്താന്നറിയില്ല, ഇന്ന് നേരത്തെ വിശക്കുന്നു. ആണോ? ആ സത്യം. സാധാരണ ജോലിയൊന്നും ചെയ്യാതെ അടച്ചിരുന്ന വിശപ്പ് തോന്നില്ലെന്നൊക്കെയാ പറയുന്നേ. ആ പറച്ചിലൊക്കെ തെറ്റാ. ഭയങ്കര വിശപ്പ്. പ്ലീസ് പോയി ഭക്ഷണം എടുത്തോണ്ട് വാ മക്കളെ. ഒരു അരമണിക്കൂറോടെ പിടിച്ചു നിൽക്കേ. അമ്മ അച്ഛനൊക്കെ ആഹാരം കഴിച്ചിട്ട് പൊക്കോട്ടെ. അപ്പൊ ഞാൻ എടുത്തോണ്ട് വരാം. അരമണിക്കൂറോ? ഈശ്വര, ആ നേരം കൊണ്ട് ഈ മുറിയിൽ ഒരു പട്ടിണി മരണം നടക്കും. പ്ലീസ് നന്ദു, പോയിട്ട് വാ. എന്റെ ദേവി, ഇപ്പൊ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടാവില്ല. എടുത്തു വെച്ചാലും ഇല്ലെങ്കിലും എനിക്കിപ്പോ ഭക്ഷണം കിട്ടണം. എന്റെ പൊന്നോ, ഇങ്ങനെയുണ്ടോ ഒരു വിശപ്പ്? എസ്തപ്പൻ ചേട്ടന്റെ വീട്ടിൽ കിടന്നാ മതിയായിരുന്നു. കാപ്പിക്ക് കാപ്പി, ഊണിന് ഊണ്, ചപ്പാത്തിക്ക് ചപ്പാത്തി. ഞാൻ കഴിക്കാത്തന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ആ കൊലക്കേസ് പ്രതിയുടെ താവളമല്ലേ? ആഹാരം പോലെ തന്നെ കത്തിക്ക് കത്തി, ബോംബിന് ബോംബ്, തോക്കിന് തോക്ക്, ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ. തർക്കിച്ചോണ്ട് നിൽക്കാതെ പോയി ഭക്ഷണം എടുത്തോണ്ട് വാ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവും. അതെ, അത് കൊള്ളാലോ. വിശപ്പിന്റെ ഇടയിൽ റൊമാൻസോ?
പോയി ഭക്ഷണം എടുത്തോണ്ട് വാ ഭർത്താവേ. ഞാൻ എടുത്തോണ്ട് വരാം. ആ അങ്ങനെ വഴിക്ക് വാ. പോ ചെല്ല് ചെല്ല്. നീ എന്താണ് നിന്നാണോ കഴിക്കുന്നത്? ഇരിക്കടാ. ചേച്ചി ഞാൻ മുറി ചെന്നിരുന്ന് കഴിച്ചോളാം. എന്തിന് ഇവിടെ ഇരുന്ന് കഴിക്കടാ? ഇതൊക്കെ ഒരു രസമല്ലേ? നന്ദ, എന്താ നിനക്ക് പുതിയ ചില രീതികള്? മുറിയിൽ ചെന്നിരുന്ന് കഴിച്ചാലേ നിനക്ക് ഭക്ഷണം ഇറങ്ങത്തുള്ളോ? മുൻപ് എല്ലാവരോടും ഒത്തി ഇരുന്നല്ലാതെ നീ ഭക്ഷണം കഴിക്കില്ലായിരുന്നല്ലോ. അല്ല അതല്ലമ്മേ, നമ്മളെല്ലാരും വിഷമിച്ചിരിക്കല്ലേ, കുറച്ചുനേരം സമാധാനത്തിന് വേണ്ടി തനിയെ ഇരിക്കാന്ന് കരുതി. അതാ റൂമിലേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചേ. എന്നാ പിന്നെ ശരി, ഞാനും മുറി ചെന്നിരുന്ന് കഴിക്കാം. എല്ലാവർക്കും മാറി മാറി ഇരുന്ന് കഴിക്കാം. നീ നിന്റെ മുറി ചെന്നിരുന്ന് കഴിക്ക്. സിദ്ധു ഇവിടെ ഇരിക്കെ. ഒറ്റയ്ക്കിരുന്ന് ഭ്രാന്ത് വരട്ടെ എല്ലാവർക്കും. അമ്മ ഇവിടെ ഇരിക്കെ. ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോളാന്ന് പറഞ്ഞില്ലേ? നന്ദ, നീ ഇവിടെ ഇരിക്കെ. ഒന്നാമത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കും എല്ലാരും. അതിന്റെ ഇടയിൽ നീയും കൂടി ഇങ്ങനെ തുടങ്ങിയ ഇരിക്കടാ. ഇരിക്കടാ അങ്ങോട്ട്. ചേച്ചി അമ്മ വാ, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. വേണ്ട. വാമേ. കഴിക്കടാ. നന്ദ, ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു. രജനി, നീയും കൂടി കേൾക്കാൻ വേണ്ടി പറയുന്നേ. നമ്മുടെ വീടിന്റെ അവസ്ഥ വളരെ മോശമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സാമ്പത്തിക നില. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ ഇന്ന് അതൊക്കെ അറിയുന്നത്. നമ്മുടെ കമ്പനി ബലരാമൻ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങളൊക്കെ കൊണ്ടുപോയത് കണ്ടില്ലേ? അമ്മേ, അതൊക്കെ പിന്നെ സംസാരിക്കാം. എല്ലാം പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത്. വട്ടപൂജ്യത്തിലെത്തി നിൽക്കുക. നിങ്ങളുടെ അച്ഛൻ സമയത്ത് എല്ലാ കാര്യങ്ങളും അറിയിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. സിദ്ധു അവിടെ ഇരിക്കേ. എനിക്ക് സംസാരിക്കണം. അച്ഛാ, നമുക്ക് സംസാരിക്കാം. കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഭാര്യയും ഭർത്താവും മക്കളുമാ. കാര്യങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. ഇനി അഥവാ കുറ്റപ്പെടുത്തിയാൽ തന്നെ സിദ്ധു അത് അംഗീകരിച്ചേ പറ്റൂ. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് സിദ്ധു വലിയ വിജയമാണ്. സിദ്ധുവിന്റെ പേര് ജനങ്ങൾ ഓർക്കും. പക്ഷേ ഗൃഹനാഥനായിട്ട് പല ഘട്ടത്തിലും ഒരു പരാജയമാണ്. വീട്ടിലും സിദ്ധു ഒരു രാഷ്ട്രീയ നേതാവാകാൻ നോക്കി. ആദർശ രാഷ്ട്രീയമല്ല, പ്രായോഗിക രാഷ്ട്രീയമാണ് വേണ്ടതെന്ന് സിദ്ധു തിരിച്ചറിഞ്ഞില്ല. ഇപ്പൊ അനുഭവിക്കുന്നത് ഞങ്ങള്. വാഹനം കൊണ്ടുപോകാൻ ആള് വന്നപ്പോ
സിദ്ധു താക്കോൽ എടുത്തു കൊടുത്തു. നാളെ മുതൽ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബലരാമനെ വിശ്വസിച്ച് രേഖകളൊന്നും ശരിപ്പെടുത്താതെ വച്ചിരുന്നു. അതൊക്കെ വീടിനോടുള്ള ഉത്തരവാദിത്വമില്ലായ്മ തന്നെയായിരുന്നു. അമ്മേ, അച്ഛൻ നല്ലതിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ. ആ, അച്ഛനെ പറയുമ്പോ നിനക്ക് പൊള്ളും. സിദ്ധുവിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേട് നിന്റെ കാര്യത്തിലായിരുന്നു. ഭാര്യാന്നും പറഞ്ഞ് കൊണ്ടുവന്നവളെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് സിദ്ധുവും കൂടി വാശി കാണിച്ചിരുന്നുവെങ്കിൽ MLA സ്ഥാനവും പോയി അണികളുടെ കല്ലേറൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. സിദ്ധു ഇന്നും മന്ത്രിയായിട്ടിരുന്നേനെ. അതൊന്നും ആവണ്ട, പോട്ടെ. സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുമായിരുന്നല്ലോ. അമ്മേ പ്ലീസ് ഒന്ന് നിർത്താവോ? പ്രഭ പറഞ്ഞോട്ടെ മോളെ. പ്രഭ പറയുന്നത് ചിലതൊക്കെ ശരിയാ. സമയത്ത് നിങ്ങളെ ആരെയും കാര്യങ്ങൾ അറിയിച്ചില്ല. വീട്ടിൽ ഞാൻ ആദർശ രാഷ്ട്രീയം കൊണ്ടുവന്നു. പക്ഷേ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി തോന്നുകയുമില്ല. ശരി, തോന്നണ്ട. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഒക്കെ നാളെ പറയാം. എന്താമേ അമ്മ പറയണം? പറഞ്ഞില്ലേ, നാളെ ആവട്ടെ, നിങ്ങളെ അറിയിക്കാം. വരുമാനത്തിന് വഴികൾ വേണ്ടേ? സിദ്ധു തന്നെ നേരത്തെ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായിരിക്കണമെന്ന്. പക്ഷേ എനിക്കങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റില്ല. സിദ്ധുവിന് കുടുംബം നോക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ഗൃഹനാഥന്റെ റോളും കൂടി ഞാൻ ഏറ്റെടുക്കാം. കഴിക്ക്. വിശന്ന് കൊടല് കരിഞ്ഞു. എന്താ വൈകിയേ? എവിടെ ഭക്ഷണം? എവിടെ? അത് എടുക്കാൻ പറ്റിയില്ല ദേവി. എടുക്കാൻ പറ്റിയില്ലേ? നന്ദു കളിക്കില്ലേ? പതുക്കെ. ജയിലിലാണെങ്കിൽ പോലും കൃത്യസമയത്ത് ഭക്ഷണം കിട്ടും. അല്ല ദേവി, അതെ ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വാ നന്ദു. നന്ദുന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് ഒരു രസമാ. അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്ത് കഴിക്കാം. അല്ല, ഞാൻ ഭക്ഷണം കഴിച്ചു. നന്ദു ഭക്ഷണം കഴിച്ചെന്നോ? അത് അമ്മയും ചേച്ചിയൊക്കെ നിർബന്ധിച്ചപ്പോ ഒഴിഞ്ഞു മാറാൻ പറ്റാതായി. ദേവി, എനിക്കിനി ആഹാരം വേണ്ട. ദേവി, ഒരു 5 മിനിറ്റ് ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട നന്ദു. സത്യം പറഞ്ഞ ഞാൻ ആഹാരത്തിന് വേണ്ടി വാശി പിടിച്ചത് വിശന്നിട്ടൊന്നുമല്ല. നന്ദു ഒത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാ. വിവാഹം കഴിച്ച് ഇത്രയും നാളായിട്ട് കിട്ടാത്ത സന്തോഷങ്ങളാ ഇപ്പൊ ഇവിടെ ഞാൻ അനുഭവിക്കുന്നത്. എന്തായാലും നന്ദു ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചല്ലോ. ശരി, എനിക്ക് വേണ്ട. ഞാൻ ഭക്ഷണം എടുത്തോണ്ടെന്ന് നമ്മൾ ഒരുമിച്ച് കഴിക്കും. കുറച്ചുകൂടെ കഴിയട്ടെ. നന്ദുവിന് ദേഷ്യമായല്ലേ? ഞാൻ ഒറ്റ അടി വെച്ചേരും. ഞാനിത് അങ്ങോട്ട് ചോദിക്കണ്ടേ? കുറച്ചുകൂടെ കഴിയട്ടെ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. എന്റെ സാഹചര്യം കൂടി നീ ഒന്ന് മനസ്സിലാക്കും മുത്തേ.
എസ്തപ്പാനെ ഭക്ഷണം എടുത്തു വെച്ചു. നിമി മോളെ വാ. ആ മോളെ വാ, ഭക്ഷണം കഴിക്കാം വാ. എനിക്ക് വേണ്ട, അപ്പച്ചൻ കഴിച്ചു. ആ, ആഹാരം വേണ്ടെന്നോ? രാത്രിയിൽ ഒന്നും കഴിക്കാതെ നടന്ന എങ്ങനെയാ? എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. ഉച്ചയ്ക്ക് വിളമ്പി വെച്ചതിന്റെ പാതി പോലും കഴിച്ചിട്ടില്ല. മോളെ എന്താ പറ്റിയേ? എന്തെങ്കിലും അസുഖമാണോ? പനി എന്തെങ്കിലും ഉണ്ടോ? ചൂടുണ്ടോ? ഏയ് ചൂടൊന്നുമില്ലല്ലോ. പിന്നെ എന്താ പറ്റിയേ? എനിക്ക് ദേവിക ചേച്ചിയെ കാണണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.